രാവിലെ എണീറ്റ് ഫ്രഷായി എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. മോൾക്കിന്ന് ലാസ്റ്റ് ഡേ ആണ്. മദ്രസ ഉണ്ട്. അവർ സ്കൂളും മദ്രസയൊക്കെ ഒന്നിച്ചായതുകൊണ്ട് അവർക്ക് ഇന്നും കൂടെ മദ്രസയുണ്ട്, എക്സാം ഉണ്ട്. 2-ാം ക്ലാസ്സിലാണല്ലോ മോളുള്ളത്. മോള് പോകുമ്പോഴേക്കും ചായയും കടിയൊക്കെ ആവണമല്ലോ. അപ്പോൾ ഇന്ന് എനിക്കൊരു മൂഡ് തോന്നിയപ്പോൾ ഞാൻ തീ പിടിപ്പിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ചെറിയ മോനും പ്രഷറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാസുമ്മ ഉണ്ടാക്കും, പെട്ടെന്ന് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടുമാണല്ലോ. ഇപ്പോൾ കുറേ പേരുടെ പുകയാത്ത അടുപ്പുകളൊക്കെ പുകയുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഗ്യാസ് കിട്ടാത്ത കാരണം നിങ്ങൾക്കൊക്കെ ഗ്യാസ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ്, പെട്ടെന്ന് കിട്ടുമോ എന്നൊക്കെ. ഉമ്മയും അനിയനൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്കൊരു നേരത്തേക്കുള്ളത്. ഇപ്പോൾ രാവിലെ ഞാനിന്ന് ചിക്കൻ കറിയും ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. റാഗിപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ദോശ ചെയ്തിട്ടുള്ളത്. പിന്നെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മുടെ ഒടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചീരയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പരിപ്പും ഒക്കെ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചീരക്കറിയും ചൂരമീൻ പൊരിച്ചത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഫുള്ളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ തറവാട്ടിലേക്ക് പോയപ്പോൾ ഉമ്മ അവിടുന്ന് കുറച്ച് അവക്കാഡോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജ്യൂസും ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഉച്ചവരെക്കുള്ളൊരു റൂട്ടീനായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്നെയും എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടാനും ലൈക്ക് അടിക്കാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.